എല്ലാവർക്കും നമസ്കാരം. ശ്രീകൃഷ്ണ ഡിവൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 2026 ജൂലൈ 20 മുതൽ ജൂലൈ 26 വരെയുള്ള കാലയളവിലെ പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങളെക്കുറിച്ചും അവ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ആഴ്ചയിലെ പ്രധാന ഗ്രഹനിലകൾ ശ്രദ്ധിച്ചാൽ കർക്കിടകം രാശിയിൽ തുടരുന്ന വ്യാഴവും മീനം രാശിയിലെ ശനിയും ഇടവം രാശിയിലെ ചൊവ്വയും ഓരോ രാശിക്കാരെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഓരോ രാശിക്കാർക്കും ഈ കാലയളവ് നൽകുന്ന ഗുണദോഷഫലങ്ങൾ എന്തെല്ലാമെന്ന് വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കുക. ഓരോ വ്യക്തിയുടെ ജനനസമയത്തിനും ജാതകത്തിലെ ദശാപഹാരങ്ങളെ അനുസരിച്ചും ഈ പറയുന്ന പൊതുഫലങ്ങളിൽ വ്യത്യാസങ്ങൾ വന്നേക്കാം. കൂടുതൽ വ്യക്തതയ്ക്കും ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണത്തിനും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ജ്യോതിഷപരമായ ഇത്തരം വിശേഷങ്ങളും വാരഫലങ്ങളും കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും മറക്കരുതേ. അശ്വതി, ഭരണി, കാർത്തിക ആദ്യകാൽ ഭാഗം ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാർക്ക് ഈ ആഴ്ച സമ്മിശ്ര ഫലങ്ങളാണ് അനുഭവപ്പെടുക. തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും സാമ്പത്തിക കാര്യങ്ങളിൽ അനാവശ്യ ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യത കാണുന്നു. തൊഴിൽ രംഗത്ത് മികച്ച മുന്നേറ്റമുണ്ടാകും. മേലധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും അനുകൂലമായ പ്രതികരണങ്ങൾ ലഭിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. ഇത് നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ അവസരമൊരുക്കും. ജോലിസ്ഥലത്ത് നിലനിന്നിരുന്ന ചെറിയ തടസ്സങ്ങൾ നീങ്ങുന്നതാണ്. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം കാത്തുസൂക്ഷിക്കാൻ സാധിക്കും. കൃത്യനിഷ്ഠത പാലിക്കുന്നത് വിജയത്തിന് വഴിയൊരുക്കും. അധിക ജോലിഭാരം ഉണ്ടാകുമെങ്കിലും അത് വിജയകരമായി പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ് രംഗത്ത് ലാഭകരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ പ്രൊജക്റ്റുകളിൽ ഏർപ്പെടാൻ അവസരങ്ങൾ ലഭിക്കും. പങ്കാളികളുമായുള്ള ചർച്ചകൾ ഗുണകരമാകും. പുതിയ നിക്ഷേപങ്ങൾക്ക് ഈ ആഴ്ച അനുകൂലമാണ്. വിപണിയിൽ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ പേരും പ്രശസ്തിയും വർദ്ധിക്കാൻ സാധ്യത കാണുന്നു. ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് വളർച്ചയ്ക്ക് സഹായിക്കും. വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ സൂക്ഷ്മത പാലിക്കുക. സാമ്പത്തികമായി ഈ ആഴ്ച ഇടത്തര ഫലങ്ങളാണ് കാണുന്നത്. വരുമാനത്തിൽ വർധനവ് ഉണ്ടാകുമെങ്കിലും അപ്രതീക്ഷിത ചെലവുകൾ വന്നുചേരാൻ സാധ്യതയുണ്ട്. അത്യാവശ്യമല്ലാത്ത ആഡംബരങ്ങൾക്കായി പണം ചെലവഴിക്കുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. മക്കളുടെ വിദ്യാഭ്യാസത്തിനോ കുടുംബത്തിലെ ആവശ്യങ്ങൾക്കോ വേണ്ടി പണം ചെലവാക്കേണ്ടി വന്നേക്കാം. കടം നൽകുന്നതും കടം വാങ്ങുന്നതും ഈ സമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. വരവ് ചെലവുകൾ കൃത്യമായി ക്രമീകരിച്ചാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കും. ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായോ ഒത്തുചേരാൻ അവസരം ലഭിച്ചേക്കാം. വീടിൻ്റെ അറ്റകുറ്റപ്പണികളോ അല്ലെങ്കിൽ പുതിയ വസ്തുക്കൾ വാങ്ങലോ നടക്കാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുമായി ആശയവിനിമയം നടത്തുമ്പോൾ ശ്രദ്ധിക്കുക. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കൂടുതൽ അധ്വാനം ആവശ്യമായി വന്നേക്കാം. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള താല്പര്യം വർദ്ധിക്കും. ഉന്നത പഠനത്തിനുള്ള പരിശ്രമങ്ങളിൽ വിജയം ലഭിക്കും. ഏകാഗ്രത നിലനിർത്താൻ ക്രമീകൃതമായ പഠനശീലം അത്യാവശ്യമാണ്. ആരോഗ്യകാര്യത്തിൽ ഈ ആഴ്ച ശ്രദ്ധ വേണം. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ചെറിയ ശാരീരിക അസ്വസ്ഥതകളോ അനുഭവപ്പെട്ടേക്കാം. ഭക്ഷണക്രമത്തിൽ നിയന്ത്രണം പാലിക്കുക. കൂടുതൽ വെള്ളം കുടിക്കാനും വിശ്രമിക്കാനും ശ്രദ്ധിക്കുക. അമിത ജോലിഭാരം കാരണം മാനസിക സമ്മർദ്ദം വർദ്ധിക്കാൻ സാധ്യത കാണുന്നു. ഈ ആഴ്ച കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കും. എന്നാൽ സാമ്പത്തിക ഇടപാടുകളിലും വാക്കുതർക്കങ്ങളിലും അതീവ ജാഗ്രത പാലിക്കുക. പ്രതിദിനം ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതും ചൊവ്വാഴ്ച തോറും സുബ്രഹ്മണ്യ സ്വാമിക്ക് വഴിപാടുകൾ നടത്തുന്നതും ദോഷങ്ങൾ അകലാൻ സഹായിക്കും. കാർത്തിക അവസാന മുക്കാൽ, രോഹിണി, മകീരം ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാർക്ക് ഈ ആഴ്ച പൊതുവെ അനുകൂലമാണ്. പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കാനും സാമ്പത്തിക നേട്ടങ്ങൾ വർദ്ധിപ്പിക്കാനും സാധിക്കും.
തൊഴിൽ മേഖലയിൽ പുരോഗതിയും അംഗീകാരവും ലഭിക്കുന്ന സമയമാണിത്. ജോലിയിൽ പുതിയ അവസരങ്ങൾ തേടിവരും. മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കാൻ സാധിക്കും. സഹപ്രവർത്തകരിൽ നിന്നും പിന്തുണ ലഭിക്കും. പുതിയ പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കാൻ ഈ സമയം അനുകൂലമാണ്. ജോലിയിൽ കൂടുതൽ ശ്രദ്ധയും കൃത്യനിഷ്ഠതയും കാണിക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ വെല്ലുവിളികൾ ഉണ്ടാകുമെങ്കിലും അവയെ അതിജീവിക്കാൻ സാധിക്കും. നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ നല്ലൊരു അവസരം ലഭിക്കും. ബിസിനസ് രംഗത്ത് ലാഭകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. പുതിയ പങ്കാളിത്തങ്ങൾ ഗുണകരമാകും. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യമൊരുങ്ങും. വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വിദഗ്ധോപദേശം തേടുന്നത് ഉത്തമമാണ്. സാമ്പത്തിക നില മെച്ചപ്പെടും. വരുമാന മാർഗങ്ങൾ വർദ്ധിക്കും. പഴയ നിക്ഷേപങ്ങളിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക. ധനപരമായ ഇടപാടുകളിൽ സുതാര്യത കാത്തുസൂക്ഷിക്കുക. കടങ്ങൾ വീട്ടാൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ അമിത ആത്മവിശ്വാസം ഒഴിവാക്കി ജാഗ്രതയോടെ പ്രവർത്തിക്കുക. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷമുണ്ടാകും. ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കും. കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും. വീടിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കാൻ സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണിത്. പഠനത്തിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും. ഏകാഗ്രതയോടെ പ്രവർത്തിക്കുന്നത് കൂടുതൽ നേട്ടങ്ങൾ നൽകും. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കുമെങ്കിലും ചെറിയ ക്ഷീണം അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ വിശ്രമം അത്യാവശ്യമാണ്. ഈ ആഴ്ച നേട്ടങ്ങളുടെ കാലമാണെങ്കിലും അനാവശ്യ തർക്കങ്ങളിൽ നിന്നും അമിതമായ ആത്മവിശ്വാസത്തിൽ നിന്നും വിട്ടുനിൽക്കുക. ദിവസവും ഗണപതിയെ ഭജിക്കുന്നതും വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും ദോഷങ്ങൾ അകലാൻ നല്ലതാണ്. മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യമുക്കാൽ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാർക്ക് ഈ ആഴ്ച സമ്മിശ്ര ഫലങ്ങളാണ് കാണുന്നത്. ചില കാര്യങ്ങൾ തടസ്സങ്ങൾ നേരിടാമെങ്കിലും ആത്മവിശ്വാസത്തോടെ പ്രവർത്തിച്ചാൽ വിജയം കൈവരിക്കാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് ഈ ആഴ്ച അല്പം ശ്രദ്ധ ആവശ്യമാണ്. സഹപ്രവർത്തകരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ജോലിഭാരം വർദ്ധിക്കുമെങ്കിലും അത് കൃത്യസമയത്ത് തീർക്കാൻ സാധിക്കും. പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കുക. മേലധികാരികളിൽ നിന്നും അനാവശ്യ സമ്മർദ്ദങ്ങൾ ഉണ്ടായേക്കാം. ക്ഷമയോടെ കാര്യങ്ങളെ സമീപിക്കുന്നത് വലിയ വിനകളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കും. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൃത്യത പുലർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബിസിനസ് രംഗത്ത് മിതമായ പുരോഗതി പ്രതീക്ഷിക്കാം. വലിയ നിക്ഷേപങ്ങൾ ഈ ആഴ്ച ഒഴിവാക്കുന്നതാണ് ഉചിതം. പുതിയ കരാറുകളിൽ ഒപ്പിടുമ്പോൾ രേഖകൾ ശ്രദ്ധാപൂർവം വായിച്ചു നോക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കേണ്ട സമയമാണിത്. അനാവശ്യ ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ബഡ്ജറ്റ് ക്രമീകരണം അത്യാവശ്യമാണ്. ആർഭാടങ്ങൾക്കായി പണം ചെലവാക്കുന്നത് നിയന്ത്രിക്കുക. കടം കൊടുക്കുന്നതോ ഈടുനിൽക്കുന്നതോ ജാഗ്രത പാലിക്കുക. അപ്രതീക്ഷിത ചില ചെലവുകൾ വരാമെന്ന് മുൻകൂട്ടി കണ്ട് സാമ്പത്തികമായി ഒരുങ്ങിയിരിക്കുക. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും. ചെറിയ കാര്യങ്ങൾ വലിയ വാക്കുതർക്കങ്ങൾക്ക് വഴിമാറാൻ സാധ്യത കാണുന്നു. അതിനാൽ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ കൂടുതൽ അധ്വാനിക്കേണ്ടി വന്നേക്കാം. ഏകാഗ്രത ലഭിക്കാൻ ധ്യാനമോ പ്രാണായാമമോ ശീലിക്കുന്നത് നല്ലതാണ്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അലസത പാടില്ല. അമിതമായ ജോലിഭാരം കാരണം ക്ഷീണവും ഉറക്കക്കുറവും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഭക്ഷണക്രമത്തിൽ കൃത്യത വരുത്തുക. നേത്രസംബന്ധമായോ ഉദരസംബന്ധമായോ ചെറിയ അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയാണെങ്കിൽ വൈദ്യസഹായം തേടാൻ മടിക്കരുത്. ഈ ആഴ്ച നിങ്ങൾക്ക് സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാകുക. അനാവശ്യ തർക്കങ്ങളിലും അമിത ചെലവുകളിലും അതീവ ജാഗ്രത പാലിക്കുക. ബുധനാഴ്ചകൾ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും മഹാലക്ഷ്മി പ്രീതികരമായ വഴിപാടുകൾ നടത്തുന്നതും ഗുണകരമായിരിക്കും. പുണർദം അവസാനക്കാൽ, പൂയം, ആയില്യം ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ ആഴ്ച പൊതുവെ അനുകൂലമാണ്. തൊഴിലിലും വ്യക്തിജീവിതത്തിലും സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകുകയും തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ സുഗമമാവുകയും ചെയ്യും. തൊഴിൽ രംഗത്ത് മികച്ച മാറ്റങ്ങൾ അനുഭവപ്പെടും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരവും പ്രശസ്തിയും ലഭിക്കും.
മേലധികാരികളിൽ നിന്ന് പ്രോത്സാഹനമുണ്ടാകുകയും പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുകയും ചെയ്യും. സഹപ്രവർത്തകരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് നേട്ടങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ജോലിയിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വലിയ വിജയം സ്വന്തമാക്കാം. ബിസിനസ് രംഗത്ത് ലാഭകരമായ അവസരങ്ങൾ വന്നു ചേരും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ആഴ്ച വളരെ അനുയോജ്യമാണ്. ബിസിനസ് പങ്കാളികളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി ഒത്തൊരുമയോടെ പ്രവർത്തിക്കാൻ സാധിക്കും. സാമ്പത്തിക ക്രമീകരണങ്ങൾ കൃത്യമായി ചെയ്യുന്നത് ബിസിനസ് വളർച്ചയ്ക്ക് സഹായിക്കും. സാമ്പത്തിക നില കൂടുതൽ ഭദ്രമാകും. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം വർദ്ധിക്കാൻ സാധ്യത കാണുന്നു. പഴയ കടബാധ്യതകൾ തീർക്കാൻ സാധിക്കും. നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സന്തുഷ്ടിയും ഐശ്വര്യവും നിലനിൽക്കും. വിശേഷാവസരങ്ങളിൽ പങ്കുചേരാൻ അവസരം ലഭിക്കും. കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. ദീർഘകാലമായി മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹങ്ങൾ കുടുംബത്തിൻ്റെ പിന്തുണയോടെ സാധ്യമാകും. വീട് മനോഹരമാക്കാനോ പുതിയ സാധനങ്ങൾ വാങ്ങാനോ സാധിക്കും. പ്രിയപ്പെട്ടവരുമായി യാത്രകൾ നടത്താൻ സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാണിത്. പഠനത്തിൽ മികച്ച ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുകയും പരീക്ഷകളിൽ നല്ല മാർക്ക് വാങ്ങാൻ കഴിയുകയും ചെയ്യും. പുതിയ വിഷയങ്ങൾ പഠിക്കാൻ അവസരം വന്നു ചേരും. ആരോഗ്യം വളരെ മെച്ചപ്പെട്ടതായിരിക്കും. പഴയ രോഗങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ സാധ്യത കാണുന്നു. ഈ ആഴ്ച നിങ്ങൾക്ക് വളരെ മികച്ച അനുഭവങ്ങൾ നൽകും. എന്നാൽ അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കി വിനയത്തോടെ കാര്യങ്ങൾ ചെയ്യുക. തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും പ്രാർത്ഥിക്കുന്നതും ജലധാര വഴിപാടായി കഴിപ്പിക്കുന്നതും ദോഷങ്ങൾ മാറി ഐശ്വര്യം വരാൻ സഹായിക്കും. മകം, പൂരം, ഉത്രം ആദ്യകാൽഭാഗം ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ ആഴ്ച സമ്മിശ്ര ഫലങ്ങൾ അനുഭവിക്കുന്ന വാരമാണ്. കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ കഠിനാധ്വാനം അനിവാര്യമാണ്. എങ്കിലും ക്ഷമയോടെ പ്രവർത്തിച്ചാൽ തടസ്സങ്ങൾ മറികടക്കാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് ഈ ആഴ്ച അല്പം ശ്രദ്ധ പുലർത്തണം. ജോലിയിൽ ചെറിയ തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാം. എന്നാൽ അവയെ നേരിടാനുള്ള ഇച്ഛാശക്തി നിങ്ങൾക്കുണ്ടാകും. സഹപ്രവർത്തകരുമായി തർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. മേലധികാരികളുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നത് തൊഴിൽപരമായ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുമെങ്കിലും അവ കൃത്യമായി പൂർത്തിയാക്കാൻ കൂടുതൽ സമയം ആവശ്യമായി വന്നേക്കാം. കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് വൈകിയാണെങ്കിലും ഫലം ലഭിക്കും. ബിസിനസ് രംഗത്ത് മിതമായ പുരോഗതി പ്രതീക്ഷിക്കാം. വലിയ നിക്ഷേപങ്ങൾക്ക് മുതിരുന്നത് ഈ ആഴ്ച ഒഴിവാക്കുന്നതാണ് നല്ലത്. പുതിയ ഇടപാടുകൾ നടത്തുമ്പോൾ രേഖകൾ സൂക്ഷ്മമായി പരിശോധിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ജാഗ്രത വേണം. വരുമാനത്തിൽ വലിയ വർധനവ് പ്രതീക്ഷിക്കാനില്ലാത്തതിനാൽ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. പണം കടം കൊടുക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കുന്നതാണ് ഉചിതം. അപ്രതീക്ഷിതമായി ചില ചെലവുകൾ വന്നു ചേരാൻ സാധ്യത കാണുന്നു. കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ആവശ്യമായി വന്നേക്കാം. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും സംസാരത്തിൽ നിയന്ത്രണം പാലിച്ചാൽ അവ പരിഹരിക്കാം. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് പണം ചെലവാകാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അല്പം പ്രയാസം നേരിട്ടേക്കാം. ലക്ഷ്യബോധത്തോടെ പ്രവർത്തിച്ചാൽ തടസ്സങ്ങൾ നീങ്ങും. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ ഉപയോഗിക്കുക. ആരോഗ്യകാര്യത്തിൽ അലസത കാണിക്കരുത്. അമിതമായ ജോലിഭാരം കാരണം ക്ഷീണവും ഉറക്കക്കുറവും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സമീകൃത ആഹാരം ശീലമാക്കുക. ദഹന സംബന്ധമായ ചെറിയ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ വൈദ്യസഹായം തേടാൻ മടിക്കരുത്. യോഗയും ലഘുവ്യായാമങ്ങളും ശീലിക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. അനാവശ്യ വാഗ്വാദങ്ങളിൽ ഏർപ്പെടാതെ വിവേകത്തോടെ പെരുമാറാൻ ശ്രദ്ധിക്കുക. ദിവസവും ആദിത്യ ഹൃദയമന്ത്രം ജപിക്കുന്നതും സൂര്യഗായത്രി മന്ത്രം ജപിക്കുന്നതും ഞായറാഴ്ച തോറും ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ദോഷങ്ങൾ അകലാൻ സഹായിക്കും. ഉത്രം അവസാന മുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാർക്ക് ഈ ആഴ്ച വളരെ അനുകൂലമായ സമയമാണ്. തൊഴിൽപരമായ നേട്ടങ്ങളും സാമ്പത്തിക പുരോഗതിയും ഈ ആഴ്ച പ്രതീക്ഷിക്കാം. തൊഴിൽ മേഖലയിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും.
സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും നിങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ ലഭിക്കും. പുതിയ പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കാനും അവ ഭംഗിയായി പൂർത്തിയാക്കാനും സാധിക്കും. സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യതയുള്ള സമയമാണിത്. ബിസിനസ് രംഗത്ത് ലാഭകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. പുതിയ ഉപഭോക്താക്കളെ ആകർഷിക്കാനും വിപണിയിൽ നിങ്ങളുടെ നില മെച്ചപ്പെടുത്താനും സാധിക്കും. പങ്കാളികളുമായുള്ള ബന്ധം ദൃഢമാകും. പുതിയ ബിസിനസ് ആശയങ്ങൾ നടപ്പിലാക്കാൻ ഈ ആഴ്ച അനുകൂലമാണ്. മുടങ്ങിക്കിടന്ന സാമ്പത്തിക ഇടപാടുകൾ പൂർത്തിയാക്കാൻ സാധിക്കും. ബിസിനസ് വിപുലീകരിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് അനുകൂലമായ സാഹചര്യമുണ്ടാകും. സാമ്പത്തിക നില മെച്ചപ്പെടും. വരുമാന മാർഗങ്ങൾ വർദ്ധിക്കുന്നതോടെ സാമ്പത്തിക സ്ഥിതി സുരക്ഷിതമാകും. പഴയ നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം ലഭിക്കും. കുടുംബത്തിൽ സന്തുഷ്ടിയും ഐശ്വര്യവും നിലനിൽക്കും. ബന്ധുക്കളോടൊപ്പം നല്ല സമയം ചെലവഴിക്കാൻ സാധിക്കും. വീട്ടിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുമായി ആശയവിനിമയം നടത്തുമ്പോൾ മികച്ച ധാരണയുണ്ടാകും. മക്കളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാൻ അവസരം ലഭിക്കും. പ്രിയപ്പെട്ടവരുമായി യാത്രകൾ നടത്താൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാണിത്. പഠനത്തിൽ മികച്ച ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുകയും പരീക്ഷകളിൽ നല്ല മാർക്ക് വാങ്ങാൻ കഴിയുകയും ചെയ്യും. പുതിയ വിഷയങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും. മത്സര പരീക്ഷകൾ തയ്യാറെടുക്കുന്നവർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. ആരോഗ്യം വളരെ മെച്ചപ്പെട്ടതായിരിക്കും. മാനസിക ഉന്മേഷവും ശാരീരിക ക്ഷമതയും വർദ്ധിക്കും. വ്യായാമങ്ങളും യോഗയും മുടങ്ങാതെ ചെയ്യുന്നത് കൂടുതൽ ഊർജ്ജസ്വലത നൽകും. ഈ ആഴ്ച നിങ്ങൾക്ക് വളരെ മികച്ച അനുഭവങ്ങളായിരിക്കും നൽകുക. എന്നാൽ അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കി വിനയത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ദിവസവും ഗണപതി ഭജനം നടത്തുന്നതും ബുധനാഴ്ച തോറും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ദോഷങ്ങൾ മാറി ഐശ്വര്യം വരാൻ സഹായിക്കും. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യമുക്കാൽ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാർക്ക് ഈ ആഴ്ച സമ്മിശ്ര ഫലങ്ങളാണ് അനുഭവപ്പെടുക. തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ജാഗ്രത പാലിക്കുന്നത് ഉചിതമായിരിക്കും. തൊഴിൽപരമായ കാര്യങ്ങളിൽ ഈ ആഴ്ച പുരോഗതി പ്രതീക്ഷിക്കാം. മേലധികാരികളിൽ നിന്നും അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകും. സഹപ്രവർത്തകരുമായുള്ള ബന്ധം മെച്ചപ്പെടും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. അവ ഭംഗിയായി നിറവേറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. ജോലിസ്ഥലത്തെ സമ്മർദ്ദങ്ങൾ കുറയും. ആത്മവിശ്വാസത്തോടു കൂടിയുള്ള പ്രവർത്തനം നിങ്ങൾക്ക് നേട്ടങ്ങൾ സമ്മാനിക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല വാർത്തകൾ ലഭിച്ചേക്കാം. ബിസിനസ് രംഗത്ത് മിതമായ പുരോഗതി ഉണ്ടാകും. പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ നല്ല സമയമാണ്. പങ്കാളിയുമായി ചർച്ചകൾ നടത്തുന്നത് ഗുണകരമാകും. ബിസിനസ് ആവശ്യങ്ങൾക്കായി യാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ കരുതലോടെ നീങ്ങുക. വരവ് വർദ്ധിക്കുമെങ്കിലും അപ്രതീക്ഷിത ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യത കാണുന്നു. ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കടബാധ്യതകൾ കുറയ്ക്കാൻ അവസരമുണ്ടാകും. കുടുംബത്തിൽ സമാധാനവും സ്നേഹവും നിറഞ്ഞു നിൽക്കും. കുടുംബാംഗങ്ങളുമായി ഒത്തുചേരാൻ അവസരങ്ങൾ ലഭിക്കും. വീടിൻ്റെ അറ്റകുറ്റപ്പണികളോ പുതിയ വസ്തുക്കൾ വാങ്ങലോ നടക്കാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുമായി ആശയവിനിമയം നടത്തുമ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ അവ വിട്ടുവീഴ്ചയിലൂടെ പരിഹരിക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണിത്. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കുമെങ്കിലും ചെറിയ ക്ഷീണം അനുഭവപ്പെട്ടേക്കാം. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും ആവശ്യത്തിന് വിശ്രമം ലഭിക്കാനും ശ്രദ്ധിക്കുക. ഈ ആഴ്ച നിങ്ങൾക്ക് സമ്മിശ്ര ഫലങ്ങൾ നൽകും. സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. ദിവസവും ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും വെള്ളിയാഴ്ച തോറും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ദോഷഫലം കുറയ്ക്കാൻ സഹായിക്കും. വിശാഖം അവസാനക്കാൽ, അനിഴം, തൃക്കേട്ടക ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ ആഴ്ച സമ്മിശ്ര ഫലങ്ങളാണ് അനുഭവപ്പെടുക. തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ വരുമെങ്കിലും കുടുംബപരമായും സാമ്പത്തികമായും ചില വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയിൽ സ്ഥിരത കൈവരിക്കാൻ സാധിക്കും. സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും ലഭിക്കുന്ന പിന്തുണ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ വേഗത്തിലാക്കും. എന്നാൽ അനാവശ്യമായ ജോലിഭാരം കാരണം അല്പം സമ്മർദ്ദം അനുഭവപ്പെട്ടേക്കാം. ജോലിയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് പിഴവുകൾ ഒഴിവാക്കാൻ സഹായിക്കും. പുതിയ അവസരങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ് രംഗത്ത് മിതമായ പുരോഗതി പ്രതീക്ഷിക്കാം. വലിയ നിക്ഷേപങ്ങൾ ഈ ആഴ്ച ഒഴിവാക്കാൻ
ഒഴിവാക്കുന്നതാണ് ഉചിതം. നിലവിലുള്ള ബിസിനസ് തന്ത്രങ്ങൾ മാറ്റി എഴുതേണ്ടി വന്നേക്കാം. പങ്കാളിയുമായി ചർച്ചകൾ നടത്തുമ്പോൾ ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. സാമ്പത്തിക ക്രമീകരണങ്ങൾ കൂടുതൽ വ്യക്തത വരുത്തുന്നത് ഗുണകരമാകും. സാമ്പത്തിക കാര്യങ്ങൾ അങ്ങേയറ്റം ശ്രദ്ധ പുലർത്തണം. വരുമാനത്തേക്കാൾ അമിതമായ ചിലവുകൾ വന്നുചേരാൻ സാധ്യതയുണ്ട്. കടം വാങ്ങുന്നതും കൊടുക്കുന്നതും കഴിവതും ഒഴിവാക്കുക. കുടുംബാംഗങ്ങളുമായി ആശയവിനിമയം നടത്തുമ്പോൾ വിവേകം പാലിക്കുക. ചെറിയ കാര്യങ്ങൾ വലിയ വാക്കുതർക്കങ്ങളിലേക്ക് വഴിമാറാൻ സാധ്യത കാണുന്നു. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി പണം ചെലവാക്കേണ്ടി വന്നേക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അല്പം പ്രയാസം നേരിട്ടേക്കാം. മനസ്സിനെ അലട്ടുന്ന കാര്യങ്ങൾ മാറ്റിവെച്ച് പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കുക. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ കൂടുതൽ അധ്വാനിക്കേണ്ടി വന്നേക്കാം. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. മാനസിക സമ്മർദ്ദം കാരണം ഉറക്കക്കുറവോ ചെറിയ ശാരീരിക അസ്വസ്ഥതകളോ അനുഭവപ്പെടാം. ഭക്ഷണക്രമത്തിൽ നിയന്ത്രണം പാലിക്കുക. യോഗയും ധ്യാനവും പരിശീലിക്കുന്നത് മാനസിക ഉന്മേഷം നൽകും. ഈ ആഴ്ച സമ്മിശ്ര ഫലങ്ങൾ ലഭിക്കും. സാമ്പത്തിക ഇടപാടുകളിൽ കരുതൽ ഉണ്ടാവുകയും ദേഷ്യം നിയന്ത്രിക്കുകയും ചെയ്യുക. ദിവസവും ഹനുമാൻ ചാലിസ ചൊല്ലുന്നതും ചൊവ്വാഴ്ച തോറും സുബ്രഹ്മണ്യസ്വാമിക്ക് അർച്ചന നടത്തുന്നതും ദോഷങ്ങൾ അകലാൻ സഹായിക്കും. മൂലം, പൂരാടം, ഉത്രാടം ആദ്യകാൽ ഭാഗം ഉൾക്കൊള്ളുന്ന ധനുക്കൂറുകാർക്ക് ഈ ആഴ്ച നേട്ടങ്ങൾ നിറഞ്ഞതാണ്. പുതിയ പദ്ധതികൾ വിജയിക്കാനും ജീവിതത്തിൽ സന്തോഷകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാനും സാധിക്കും. തൊഴിൽ രംഗത്തെ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. നിങ്ങളുടെ കഴിവുകൾക്ക് അർഹമായ അംഗീകാരം ലഭിക്കുകയും മേലധികാരികളുടെ പ്രശംസ പിടിച്ചുപറ്റുകയും ചെയ്യും. പുതിയ ജോലികൾ ഏറ്റെടുക്കാനും അവ ഭംഗിയായി പൂർത്തിയാക്കാനും നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടാകും. സഹപ്രവർത്തകരിൽ നിന്ന് പൂർണ്ണമായ പിന്തുണ ലഭിക്കും. സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുന്നത് തൊഴിൽ ജീവിതത്തിൽ ഉന്നതി നൽകും. ബിസിനസ് രംഗത്ത് ലാഭകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. പുതിയ ബിസിനസ് ആശയങ്ങൾ നടപ്പിലാക്കാൻ ഈ ആഴ്ച അനുകൂലമാണ്. പങ്കാളികളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി ഒത്തൊരുമയോടെ പ്രവർത്തിക്കാൻ സാധിക്കും. സാമ്പത്തിക നില കൂടുതൽ ഭദ്രമാകും. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പഴയ നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം ലഭിക്കും. അനാവശ്യ ചെലവുകൾ കുറയ്ക്കാനും സമ്പാദ്യം വർദ്ധിപ്പിക്കാനും ശ്രദ്ധിക്കും. പുതിയ വസ്തുക്കൾ വാങ്ങുന്നതിനോ നിക്ഷേപങ്ങൾക്കോ ഈ ആഴ്ച നല്ലതാണ്. സാമ്പത്തികമായി ആസൂത്രണം നിങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യും. കുടുംബത്തിൽ സന്തുഷ്ടിയും ഐശ്വര്യവും നിലനിൽക്കും. വിശേഷാവസരങ്ങളിൽ പങ്കുചേരാൻ അവസരം ലഭിക്കും. കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. വീട് മനോഹരമാക്കാനോ പുതിയ സാധനങ്ങൾ വാങ്ങാനോ സാധിക്കും. പ്രിയപ്പെട്ടവരുമായി യാത്രകൾ നടത്താൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാണ്. പഠനത്തിൽ മികച്ച ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. പരീക്ഷകളിൽ നല്ല വിജയം നേടാനും കഴിയുകയും ചെയ്യും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. പുതിയ വിഷയങ്ങൾ പഠിക്കാനുള്ള അവസരം വന്നു ചേരും. ആരോഗ്യം വളരെ മെച്ചപ്പെട്ടതായിരിക്കും. മനസ്സ് ശാന്തമായിരിക്കാൻ യോഗയും ധ്യാനവും സഹായിക്കും. നല്ല ഭക്ഷണശീലങ്ങൾ പാലിക്കുന്നത് ആരോഗ്യത്തിന് കൂടുതൽ ഉന്മേഷം നൽകും. പഴയ രോഗങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ ആഴ്ച നിങ്ങൾക്ക് വളരെ മികച്ച അനുഭവങ്ങൾ നൽകുമെങ്കിലും അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കി വിനയത്തോടെ കാര്യങ്ങൾ ചെയ്യുക. ദിവസവും വിഷ്ണുഭജനം നടത്തുന്നതും വ്യാഴാഴ്ച തോറും ദക്ഷിണാമൂർത്തിയെ പ്രാർത്ഥിക്കുന്നതും ദോഷങ്ങൾ മാറി ഐശ്വര്യം വരാൻ സഹായിക്കും. ഉത്രാടം അവസാന മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാർക്ക് ഈ ആഴ്ച പൊതുവെ സമ്മിശ്ര ഫലങ്ങളാണ് ലഭിക്കുക. തൊഴിൽപരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുമെങ്കിലും സാമ്പത്തിക കാര്യങ്ങളിലും കുടുംബകാര്യങ്ങളിലും ജാഗ്രത ആവശ്യമാണ്. തൊഴിൽ രംഗത്ത് മികച്ച മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ലഭിക്കും. മേലധികാരികളിൽ നിന്ന് പ്രോത്സാഹനമുണ്ടാകുകയും പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുകയും ചെയ്യും. സഹപ്രവർത്തകരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് നേട്ടങ്ങൾ വർദ്ധിപ്പിക്കും. ജോലിയിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വലിയ വിജയം സ്വന്തമാക്കാം. ബിസിനസ് രംഗത്ത് മിതമായ പുരോഗതി ഉണ്ടാകും. പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ നല്ല സമയമാണിത്.
പങ്കാളികളുമായുള്ള ചർച്ചകൾ നടത്തുന്നത് ഗുണകരമാകും. ബിസിനസ് ആവശ്യങ്ങൾക്കായി യാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ അങ്ങേയറ്റം ശ്രദ്ധ പുലർത്തുക. വരുമാനത്തേക്കാൾ അമിതമായ ചിലവുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പുതിയ സാമ്പത്തിക ഇടപാടുകൾക്ക് ഈ ആഴ്ച അത്ര അനുകൂലമല്ല. കടം വാങ്ങുന്നതും കൊടുക്കുന്നതും ഒഴിവാക്കുക. ബഡ്ജറ്റ് ആസൂത്രണം കൃത്യമായി പാലിച്ചാൽ സാമ്പത്തിക പ്രതിസന്ധികളെ മറികടക്കാം. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ആവശ്യമായി വന്നേക്കാം. ചെറിയ കാര്യങ്ങൾ വലിയ വാക്കുതർക്കങ്ങളിലേക്ക് വഴിമാറാൻ സാധ്യത കാണുന്നു. അതിനാൽ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി പണം ചെലവായേക്കാം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണിത്. പഠനത്തിൽ മികച്ച ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. പരീക്ഷകൾ എഴുതുന്നവർക്ക് മികച്ച വിജയം പ്രതീക്ഷിക്കാം. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. മാനസിക സമ്മർദ്ദം കാരണം ഉറക്കക്കുറവോ ചെറിയ ശാരീരിക അസ്വസ്ഥതകളോ അനുഭവപ്പെടാം. ഭക്ഷണക്രമത്തിൽ നിയന്ത്രണം പാലിക്കുക. ഈ ആഴ്ച സമ്മിശ്ര ഫലങ്ങൾ ലഭിക്കും. സാമ്പത്തിക ഇടപാടുകളിൽ കരുതലുണ്ടാകുകയും ദേഷ്യം നിയന്ത്രിക്കുകയും ചെയ്യുക. ശനിയാഴ്ച തോറും ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതും ശാസ്താവിനെ ഭജിക്കുന്നതും ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതും നീരാഞ്ജനം വഴിപാടായി സമർപ്പിക്കുന്നതും ദോഷങ്ങൾ അകലാൻ സഹായിക്കും. അവിട്ടം അവസാന പകുതി. ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാർക്ക് ഈ ആഴ്ച സമ്മിശ്ര ഫലങ്ങളാണ് അനുഭവപ്പെടുക. തൊഴിൽപരമായ ചില നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങളിലും സാമ്പത്തിക മേഖലയിലും ജാഗ്രത ആവശ്യമായ വാരമാണിത്. തൊഴിൽ രംഗത്ത് മികച്ച മാറ്റങ്ങൾ അനുഭവപ്പെടും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരവും പ്രശസ്തിയും ലഭിക്കും. മേലധികാരികളിൽ നിന്ന് പ്രോത്സാഹനം ഉണ്ടാകുകയും പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുകയും ചെയ്യും. സഹപ്രവർത്തകരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് നേട്ടങ്ങൾ വർദ്ധിപ്പിക്കും. ജോലിയിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വലിയ വിജയം സ്വന്തമാക്കാം. ബിസിനസ് രംഗത്ത് മിതമായ പുരോഗതി പ്രതീക്ഷിക്കാം. വലിയ നിക്ഷേപങ്ങൾ ഈ ആഴ്ച ഒഴിവാക്കുന്നതാണ് ഉചിതം. പുതിയ ഇടപാടുകൾ നടത്തുമ്പോൾ രേഖകൾ സൂക്ഷ്മമായി പരിശോധിക്കുക. പങ്കാളികളുമായി വ്യക്തമായ ആശയവിനിമയം നടത്തുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സഹായിക്കും. ബിസിനസ്സിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിനു പകരം നിലവിലെ അവസ്ഥ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ അങ്ങേയറ്റം ശ്രദ്ധ പുലർത്തണം. വരുമാനത്തേക്കാൾ അമിതമായ ചിലവുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പണം ചെലവാക്കുക. പുതിയ സാമ്പത്തിക ഇടപാടുകൾക്ക് ഈ ആഴ്ച അത്ര അനുകൂലമല്ല. കടം വാങ്ങുന്നതും കൊടുക്കുന്നതും കഴിവതും ഒഴിവാക്കുക. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ആവശ്യമായി വന്നേക്കാം. ചെറിയ കാര്യങ്ങൾ വലിയ വാക്കുതർക്കങ്ങളിലേക്ക് വഴിമാറാൻ സാധ്യതയുണ്ട്. അതിനാൽ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി പണം ചെലവാക്കേണ്ടി വന്നേക്കാം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഏകാഗ്രത നിലനിർത്താൻ ക്രമീകൃതമായ പഠനശീലം അത്യാവശ്യമാണ്. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. മാനസിക സമ്മർദ്ദം കാരണം ഉറക്കക്കുറവോ ചെറിയ ശാരീരിക അസ്വസ്ഥതകളോ അനുഭവപ്പെടാം. ഈ ആഴ്ച സമ്മിശ്ര ഫലങ്ങൾ ലഭിക്കും. സാമ്പത്തിക ഇടപാടുകളിൽ കരുതലുണ്ടാവുകയും അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുകയും ചെയ്യുക. ശനിയാഴ്ച തോറും ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതും ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതും നീരാഞ്ജനം വഴിപാടായി നടത്തുന്നതും ദോഷങ്ങൾ അകലാൻ സഹായിക്കും. പൂരുരുട്ടാതി അവസാനക്കാൽ ഉത്രട്ടാതി രേവതി ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാർക്ക് ഈ ആഴ്ച വളരെ അനുകൂലമായ സമയമാണ്. തൊഴിൽപരമായ ഉയർച്ചയും കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷവും പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. മേലധികാരികളുടെ പ്രശംസ ലഭിക്കുകയും പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരികയും ചെയ്യും. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുന്നത് ജോലികൾ വേഗത്തിൽ തീർക്കാൻ സഹായിക്കും. സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യം ഒരുങ്ങും. ആത്മവിശ്വാസത്തോടു കൂടിയുള്ള നിങ്ങളുടെ ഇടപെടലുകൾ തൊഴിൽ മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്തും. പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ ഈ ആഴ്ച അനുകൂലമാണ്. ബിസിനസ് രംഗത്ത് ലാഭകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. പങ്കാളികളുമായി ചേർന്ന് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്.
സാമ്പത്തിക നില മെച്ചപ്പെടും. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം വർദ്ധിക്കാൻ സാധ്യത കാണുന്നു. പഴയ നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം ലഭിക്കും. അനാവശ്യ ചെലവുകൾ കുറയ്ക്കാനും സമ്പാദ്യം വർദ്ധിപ്പിക്കാനും സാധിക്കും. വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ ഈ ആഴ്ച അനുകൂലമാണ്. കടബാധ്യതകൾ തീർക്കാൻ സാധിക്കും. പണം നിക്ഷേപിക്കാനും സമ്പത്ത് വർദ്ധിപ്പിക്കാനും അനുകൂലമായ സമയമാണ്. കുടുംബത്തിൽ സന്തുഷ്ടിയും ഐശ്വര്യവും നിലനിൽക്കും. വിശേഷ അവസരങ്ങൾ പങ്കുചേരാൻ അവസരം ലഭിക്കും. കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. ദീർഘകാലമായി മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹങ്ങൾ കുടുംബത്തിൻ്റെ പിന്തുണയോടെ സാധ്യമാകും. വീട് മനോഹരമാക്കാനോ പുതിയ വാഹനങ്ങൾ വാങ്ങാനോ സാധിക്കും. പ്രിയപ്പെട്ടവരുമായി യാത്രകൾ നടത്താൻ സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാണ്. പഠനത്തിൽ മികച്ച ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുകയും പരീക്ഷകളിൽ നല്ല മാർക്ക് വാങ്ങാൻ കഴിയുകയും ചെയ്യും. പുതിയ വിഷയങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ആരോഗ്യം വളരെ മെച്ചപ്പെട്ടതായിരിക്കും. മാനസിക ഉന്മേഷം ശാരീരിക ക്ഷമതയും വർദ്ധിക്കും. വ്യായാമങ്ങളും യോഗയും മുടങ്ങാതെ ചെയ്യുന്നത് കൂടുതൽ ഊർജ്ജസ്വലത നൽകും. ചെറിയ അസ്വസ്ഥതകൾ പോലും മാറി ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും. ഈ ആഴ്ച നിങ്ങൾക്ക് വളരെ മികച്ച അനുഭവങ്ങൾ നൽകുമെങ്കിലും അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കി വിനയത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ദിവസവും വിഷ്ണു ഭജനം നടത്തുന്നതും വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ദോഷങ്ങൾ മാറി ഐശ്വര്യം വരാൻ സഹായിക്കും. ഇന്നത്തെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും വലിയൊരു നന്ദി. ജഗദീശ്വരൻ നിങ്ങൾക്ക് ഐശ്വര്യവും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്തുണയ്ക്കുന്ന എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.